പാർട്ട്നേഴ്സ് ഇന്നലെ റിലീസായ മലയാള സിനിമയാണ്. ധ്യാനേട്ടൻ നായകനാകുന്ന സിനിമയാണ്. ധ്യാനേട്ടൻ്റെ സിനിമയാകുമ്പോൾ നമുക്കതിന് ഓൾറെഡി ഉള്ളൊരു പ്രതീക്ഷകൾ അറിയാമല്ലോ. നവീൻ ജോണാണ് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഹരിപ്രസാദ്, പ്രശാന്ത് കെ വി, നവീൻ ജോൺ ഇവർ മൂന്നുപേരാണ് ഇതിൻ്റെ എഴുത്തുകാരെ പറ്റി എടുത്തു പറഞ്ഞത്. ഒരുപാട് സിനിമകളിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാകും. ഇപ്പോൾ റോബറി സിനിമകൾ അല്ലെങ്കിൽ തട്ടിപ്പ് ഭാഗമായി വരുന്ന സിനിമകൾ, ത്രില്ലർ സിനിമകൾ, അതിൽ നിന്നൊക്കെ ഒരുപാട് ഇൻസ്പിറേഷൻ ഈ സിനിമയിലുണ്ട്, ഇതിൻ്റെ എഴുത്തിലുണ്ട്. അതായത് അതിൽ നിന്നൊക്കെ നേരെയുള്ള സാധനങ്ങൾ ഇവിടെ ആക്കിയിട്ട് അതിനെ ത്രില്ലിംഗ് ആക്കാൻ വേണ്ടി നമുക്ക് സ്ക്രീൻ പ്ലേയിൽ പിടിക്കാം എന്നൊരു ഐഡിയയിൽ ചെയ്തിട്ടുള്ള എഴുത്താണെന്ന് കണ്ടാൽ തന്നെ വ്യക്തമാണ്. പക്ഷേ വളരെ ലെസ് ത്രില്ല് മാത്രമേ ഉള്ളൂ, ലെസ് ഇമ്പാക്റ്റേ നമുക്ക് കിട്ടുന്നുള്ളൂ. സെക്കൻഡ് ഹാഫിലൊക്കെ കുറേ ചറപറ ടെസ്റ്റുകൾ ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ അവർ ആ മ്യൂസിക്കിലൂടെ അവർ തന്നെ ഇത് ടെസ്റ്റാണെന്ന് നമ്മളോട് പറയുന്നതല്ലാതെ നമുക്ക് ആ ഫീലൊന്നും കിട്ടത്തില്ല. ഇതൊരു ക്രൈം ത്രില്ലർ ജോണറിൽ വരുന്ന സിനിമയാണ്. 2 മണിക്കൂർ 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഡ്യൂറേഷൻ. ഫാസ്റ്റ് പേസ് ആക്കിയിട്ടാണ് ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഫാസ്റ്റ് പേസും ആണ് ഒരു പരിധി വരെ, ഭയങ്കര ലാഗൊന്നും ഇല്ല. പക്ഷേ എങ്കിൽ പോലും ഒന്നാമത് ഇതിൻ്റെ മേക്കിംഗ് ഒക്കെ ഭയങ്കര ശോകമാണ്. അതായത് ഇതിൻ്റെ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ഫസ്റ്റ് സീനിൽ തന്നെ നമുക്ക് മനസ്സിലാവും വളരെ മോശം കളർ ഗ്രേഡിങ്ങും വളരെ മോശം ഇപ്പം അഭിനേതാക്കളെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിച്ചിരിക്കുന്നതും മറ്റേ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ പെർഫോമൻസും ഒക്കെ. ഒരുപാട് ക്യാരക്ടർ ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം ധ്യാൻ ശ്രീനിവാസനെ പിന്നെ പറയാം, കലാഭവൻ ഷാജോൺ, പ്രശാന്ത് അലക്സാണ്ടർ, റോണി, ഇവർ മൂന്നുപേരാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട പെർഫോമൻസുകൾ. ധ്യാൻ ശ്രീനിവാസൻ, ദേവകി രാജേന്ദ്രൻ, സഞ്ജു ശിവറാം, അനീഷ്, പിന്നെ വേറൊരാളുണ്ട്. ഇവർ ഇത്രയും പേരാണ് ഇതിൻ്റെ ഒരു ഗ്യാങ്. ഇതിൽ ബാക്കി ഇപ്പോൾ ധ്യാനെ പറ്റി ഞാൻ പറയാം, ബാക്കി എല്ലാവരും ഒരു ആവറേജ് അല്ലെ അതിലും താഴെ നിന്ന പെർഫോമൻസ് മാത്രമേ തോന്നിയുള്ളൂ, വലിയ സംഭവം തോന്നിയില്ല. പിന്നെ ധ്യാനെ പറ്റി പറയുകയാണെങ്കിൽ ഇത്രയും അഭിനയം ഇയാൾക്ക് കാണുന്ന പ്രേക്ഷകരോട് ഞാൻ മുമ്പത്തെ റിവ്യൂ പറഞ്ഞിട്ടുണ്ട്, ഒട്ടും ആത്മാർത്ഥതയില്ല. എന്ത് കൂതറ അഭിനയമാണ്, ഒരു ഭാവം മുഖത്തില്ലാത്ത ഇത്രയും പത്തറ്റിക് പെർഫോമൻസ്. തോൽവി അഭിനയം തരം താഴ്ന്ന രീതിയിൽ ഒരു സിനിമയെ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ധ്യാനിൻ്റെ ധ്യാനിൻ്റെ സിനിമയിലുള്ള അപ്രോച്ച് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. വളരെ മോശം. ധ്യാൻ്റെ റീസെൻറ്റ് മൂവീസ് വെച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടെ ഭേദമാണ്. കാരണം കലാഭവൻ ഷാജോണെയും പ്രശാന്ത് അലക്സാണ്ടറേയും പോലെ, റോണിയെ പോലെ നല്ല കുറച്ച് പെർഫോമൻസ് ഉണ്ട്. പിന്നെ ട്വിസ്റ്റുകൾ അവർ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതായത് ബാക്കി സിനിമകളിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത് കുറേ സംഭവങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും എന്തൊക്കെയോ ട്വിസ്റ്റ് അവിടെയോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ സ്ക്രീൻ പ്ലേ കുറച്ച് ഫാസ്റ്റാണ്. പക്ഷേ ആ ട്വിസ്റ്റൊന്നും നമുക്ക് ഇമ്പാക്റ്റ് വരുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാവാം, അല്ലെങ്കിൽ മേക്കിങ്ങിൻ്റെ പോരായ്മകളൊക്കെ കൊണ്ട് ആ ഒരു ശ്രമം നമുക്ക് കുറച്ച് ഭാഗങ്ങളിൽ കാണാൻ പറ്റും. ബാക്കി പുള്ളിയുടെ ധ്യാൻ്റെ പടത്തിലൊന്നും ഒരു ശ്രമവും ഇല്ല. ചുമ്മാ ധ്യാനെ വെച്ച് എന്തോ പൈസ ഉണ്ടാക്കാൻ വേണ്ടി വന്ന് പ്രൊഡ്യൂസറെ പറ്റിച്ച് സിനിമ ചെയ്ത അവസ്ഥയാണ് ബാക്കി പടങ്ങളിലൊക്കെ. ഇതിൽ അതിനേക്കാൾ ഒരു പൊടിക്കൂടെ കൊള്ളാം. അപ്പം ഈ സിനിമയ്ക്ക് എൻ്റെ ഒരു റേറ്റിംഗ് 1.5 ഔട്ട് ഓഫ് 5 ആണ്.